നമ്മൾ പോകുന്നത് ഡൽഹിയിലേക്കാണ്. ബൽറാം നെടുങ്ങാടി രാജ്യ തലസ്ഥാനത്ത് നിന്നുള്ള വാർത്തകളുമായി ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ് ബൽറാം. എന്തൊക്കെ പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നു ബൽറാം രാജ്യ തലസ്ഥാനത്ത് നിന്ന്? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ് ക്രിസ്റ്റീന. രാജ്യതലസ്ഥാനത്ത് നിന്ന് ഇന്ന് ഒട്ടേറെ വാർത്തകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം ഇന്ന് പാർലമെന്റിൽ ഇരു സഭകളിലും ഈ പശ്ചിമേഷ്യൻ സംഘർഷം വീണ്ടും ഉയരും. പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇരു സഭകളെയും പ്രക്ഷുബ്ധമാക്കും എന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ലഭിക്കുന്ന സൂചന. അതേസമയം ഇന്ന് പ്രധാനമായും ഈ ലോക്സഭയുടെ അജണ്ടയിൽ ബിസിനസ്സായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരായ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയമാണ്. കഴിഞ്ഞ ദിവസവും ഈ പ്രമേയം അവതരിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്നു. എന്നാൽ അത് ഈ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ഇന്ന് അത് ഈ പ്രമേയം അവതരിപ്പിക്കും എന്നുള്ളതാണ്. കോൺഗ്രസ് എംപിമാരായ കൊടിക്കുന്നിൽ സുരേഷ്, മുഹമ്മദ് ജാവേദ്, മല്ലു രവി എന്നിവരാണ് പ്രമേയം അവതരിപ്പിക്കുക. പ്രതിപക്ഷ നേതാവിനെയും മറ്റ് പ്രതിപക്ഷ നേതാക്കളെയും സംസാരിക്കാൻ അനുവദിക്കാത്തത് അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് എതിരായ അവിശ്വാസ പ്രമേയം പ്രതിപക്ഷം കൊണ്ടുവന്നിരിക്കുന്നത്. 118ഓളം അംഗങ്ങൾ ഒപ്പുവെച്ചതാണ് ഈ പ്രമേയം. ഈ പ്രമേയത്തിന്റെ ചർച്ചകളിൽ മറ്റ് വിഷയങ്ങൾ കൂടി ഉന്നയിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് പ്രതിപക്ഷം ഉള്ളത്. ഇതോടൊപ്പം തന്നെ ഇന്ന് കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തുന്നുണ്ട്. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനായാണ് ഈ നേതാക്കൾ ഡൽഹിയിൽ എത്തുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മഹസൂൻ മിസ്ത്രിയുമായും AICC പ്രതിനിധികളുമായും ഈ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. സ്ക്രീനിംഗ് കമ്മിറ്റി പട്ടിക കൈമാറിയാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ചേർന്ന് ഈ പട്ടികയിൽ അന്തിമ തീരുമാനമെടുക്കും. നിലവിൽ ആദ്യഘട്ടത്തിലെ 60 സ്ഥാനാർത്ഥികളിൽ 40ഓളം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇപ്പോൾ ധാരണയായിട്ടുണ്ട്. മറ്റ് 20 സ്ഥാനാർത്ഥികളുടെ സീറ്റ് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ അന്തിമ ഘട്ടത്തിൽ ഉള്ളത്. ഇക്കാര്യം സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാകും. ഇതോടൊപ്പം തന്നെ ഇന്ന് TVK അധ്യക്ഷൻ വിജയിയെ CBI ചോദ്യം ചെയ്യലിനായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു. 3ാം ഘട്ട ചോദ്യം ചെയ്യലിന് വേണ്ടിയാണ് വിളിപ്പിച്ചിരുന്നത്. എന്നാൽ ഇന്ന് വിജയ് ഡൽഹിയിൽ എത്തിയില്ല എന്നാണ് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട CBIക്ക് വിജയ് കത്ത് നൽകിയിരുന്നു. താൻ മറ്റ് ചില തിരക്കുകൾ, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളുടെ അഭിമുഖം ഇന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അതടക്കമുള്ള തിരക്കുകളായതിനാൽ തന്നെ 15 ദിവസത്തേക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാകില്ല എന്നും ചോദ്യം ചെയ്യൽ ഡൽഹിയിൽ നിന്നും ചെന്നൈയിലേക്ക് മാറ്റിത്തരണം എന്നുമുള്ള ആവശ്യമാണ് വിജയ് ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ CBIയുടെ മറുപടി ഇതുവരെയും നൽകിയിട്ടില്ല. വിജയ് എന്തായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് ഡൽഹിയിലേക്ക് എത്തിയേക്കില്ല എന്നുള്ള സൂചന തന്നെയാണ് ലഭിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.